വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഇരട്ടി തുക നമുക്കൊരു നിശ്ചിത കാലഘട്ടത്തേക്ക് പെൻഷനായി കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന നല്ലൊരു പ്ലാനിൻ്റെ വിവരണമാണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ നേരെ ഇരട്ടിയാണ് നമുക്കിവിടെ പെൻഷനായിട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു പ്ലാനാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LICയുടെ തന്നെ വളരെ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പ്രീമിയം കാണിച്ചിരിക്കുന്നത് 25 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രീമിയം ഇവിടെ കാണിച്ചിരിക്കുക. ഈ കാണിച്ചിരിക്കുന്ന പ്രീമിയം എല്ലാം ഇൻക്ലൂഡിങ് GST ആണ്. GST കൂടെ ചേർത്ത് വരുന്ന ഒരു പ്രീമിയമാണ് ഇവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് അടയ്ക്കേണ്ടത് 15 ഇയേഴ്സ് ആണ്. 15 വർഷം നമ്മൾ കണ്ടിന്യൂസ് പേയ്മെന്റ് അടയ്ക്കുമ്പോൾ നെക്സ്റ്റ് 15 ഇയേഴ്സ്, അടുത്ത 15 വർഷം നമുക്ക് നിക്ഷേപിക്കുന്ന തുകയുടെ നേരെ ഇരട്ടി തുക നമുക്ക് പെൻഷനായിട്ട് കിട്ടുന്ന ഒരു പ്ലാനാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് കോളം SA എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സം അഷ്വേർഡ് ആണ്. നമ്മൾ എടുക്കുന്ന പ്ലാന്റെ സം അഷ്വേർഡ് എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുക. രണ്ടാമത്തെ കോളത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് പ്രീമിയം എമൗണ്ട് ആണ്. അത് ഇയർലി പ്രീമിയം എമൗണ്ട് ആണ്. രണ്ടാമത്തെ കോളത്തിനകത്ത് അത് GST കൂടെ ചേർത്ത് വരുന്ന എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് റിട്ടേൺ ഫണ്ട് കാണിച്ചിരിക്കുന്നത് ഇയർലി റിട്ടേൺ ആണ്. അതായത് 1 ലക്ഷം അടയ്ക്കുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപയാണ് അവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുക. അത് 15 ഇയേഴ്സിനാണ് നമുക്ക് ഈ റിട്ടേൺ ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുക. അതുപോലെ അവസാനത്തെ ഒരു കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇൻഷുറൻസ് കവറേജ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ പേയ്മെന്റ് അടയ്ക്കുന്ന ഫസ്റ്റ് 15 ഇയേഴ്സിലാണ് നമുക്ക് ഇതിന്റെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള 4 കോളങ്ങളായിട്ടാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ലൈനിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇയർലി 1 lakh പ്രീമിയം ആണ്. അപ്പൊ ഒരു വർഷം നമ്മൾ 1 ലക്ഷം വെച്ചാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. ഈ 1 ലക്ഷം എന്നുള്ളത് GST കൂടെ ചേർത്താണ്. അപ്പൊ ശരിക്കും പ്യുവർ പ്രീമിയം എമൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ പ്യുവർ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം വരില്ല, അതിന് താഴെയായിരിക്കും. അപ്പൊ GST കൂടെ ചേർത്തുള്ള ഒരു എമൗണ്ട് ആണ് ഈ 1 lakh വരുന്നത്. അപ്പൊ ഇതിന്റെ സം അഷ്വേർഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 14.3 ലക്ഷം രൂപയാണ് നമ്മളുടെ സം അഷ്വേർഡ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ അതാണ് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 1 ലക്ഷം വെച്ച് നമ്മൾ ഫസ്റ്റ് 15 വർഷങ്ങളിൽ അടയ്ക്കുമ്പോൾ അടുത്ത 15 വർഷങ്ങളിൽ, ആദ്യത്തെ 15 വർഷങ്ങൾ നമ്മൾ അടച്ച് 1 ലക്ഷം വെച്ച് അടയ്ക്കുന്നു. അപ്പൊ കൃത്യം 15 lakhs 15 ലക്ഷമാണ് നമ്മളവിടെ പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. അടുത്ത 15 വർഷം 2 ലക്ഷം എന്ന് ഞാൻ റൗണ്ട് ചെയ്ത് കാണിച്ചതാണ്. 2 ലക്ഷത്തിന് മുകളിലാണ് ഇതിന്റെ റിട്ടേൺസ് വരുന്നത്. ഞാൻ റൗണ്ട് ചെയ്തിട്ടാണ് അത് 2 lakh കാണിച്ചിരിക്കുക. അപ്പൊ ഇത് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ 1 ലക്ഷം ഇട്ട് നേരെ ഡബിൾ ആയിട്ട് 2 ലക്ഷമായിട്ട് നമുക്ക് അടുത്ത 15 വർഷങ്ങളിൽ ഇത് തിരിച്ചു കിട്ടുന്നു, പോളിസി അവസാനിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ പോക്ക്. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഇതിനകത്ത് കിട്ടുന്നത് ആദ്യത്തെ 15 വർഷങ്ങളിൽ മാത്രമാണ്. അതായത് നമ്മൾ പേയ്മെന്റ് അടയ്ക്കുന്ന ഫസ്റ്റ് 15 ഇയേഴ്സിൽ മാത്രമാണ് നമുക്ക് ഈ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് കവറേജ് 14.8 ലക്ഷം രൂപയാണ്. അത് അവസാനിക്കാറാവുമ്പോൾ നമുക്ക് 22 ലക്ഷം വരെയും കവറേജ് കൂടി വരും. ഇത് നോർമൽ ഇൻഷുറൻസ് കവറേജ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുക. ഇനി ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് പ്രീമിയം വരും. അത് ഓപ്ഷണൽ ആണ്, ഞാൻ അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ടില്ല. അതില്ലാതെയുള്ള പ്രീമിയം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതും കൂടെ ചേർത്ത് എടുക്കുമ്പോൾ നമുക്ക് ആക്സിഡന്റ് വരുമ്പോൾ ഒരു 14.3 lakh കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പൊ അത് അഡീഷണൽ റൈഡർ ആണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്കറിയാം പല ബാങ്കുകളിലും നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് പലപ്പോഴും കിട്ടാറില്ല. നമുക്ക് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ നിക്ഷേപിക്കുന്ന തുക നേരെ ഇരട്ടിയായിട്ട് കണ്ടിന്യൂസ് ഫ്ലോയിൽ നമുക്ക് കിട്ടുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഇവിടെ LICയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സോവറിൻ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഇതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 15 വർഷം കൃത്യമായിട്ട് നമ്മൾ പ്രീമിയം അടച്ചു പോയാൽ അടുത്ത 15 വർഷങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡബിൾ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു ലൈനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇയർലി 5 lakh വെച്ച് അടയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് കാണിച്ചിരിക്കുക. അതിന്റെ സം അഷ്വേർഡ് നമ്മൾ നോക്കുമ്പോൾ 71.3 ലക്ഷം രൂപയാണ് നമുക്ക് ഇവിടെ സം അഷ്വേർഡ് ആയിട്ട് വരിക. അപ്പോൾ ഇയർലി നമ്മൾ 5 lakh വെച്ചിട്ടാണ് നമ്മൾ അടച്ചു പോവുക. നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത് 10 ലക്ഷം രൂപയാണ്. അപ്പൊ എല്ലാ ആദ്യത്തെ 15 വർഷങ്ങളിൽ നമ്മൾ 5 ലക്ഷം
വെച്ചാണ് നമ്മൾ അടച്ചു പോവുക. അത് കഴിഞ്ഞ് 16ാമത്തെ വർഷം മുതൽ നമുക്കത് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 10 ലക്ഷം രൂപ വെച്ച് അടുത്ത 15 വർഷങ്ങളിൽ നമുക്ക് റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഇതൊരു ഗ്യാരണ്ടീഡ് പെൻഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ലൈഫ് ലോങ് അല്ല, ഒരു ലിമിറ്റഡ് പീരീഡിൽ ഒരു 15 വർഷത്തേക്കാണ് നമ്മുടെ ഇവിടെ റിട്ടേൺസ് കിട്ടുന്നത്. ഇതിന്റെ ഇൻഷുറൻസ് കവറേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ കിട്ടുന്നത് 73 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് അത് കൂടി വരികയാണ് ചെയ്യുക. ലാസ്റ്റ് അത് 1.1 crore വരെയായിട്ട് നിൽക്കും. അപ്പൊ ഈ പേയ്മെന്റ് ചെയ്യുന്ന ആദ്യത്തെ 15 വർഷങ്ങളിൽ മാത്രമാണ് ഈ ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച ഈ 2 കോളങ്ങൾ, അതായത് ഇയർലി 1 lakh വെച്ച് അടയ്ക്കുന്നതും രണ്ടാമത് കാണിച്ച ഇയർലി 5 lakh വെച്ച് അടയ്ക്കുന്നതും, ഇതിന്റെ രണ്ടിന്റെയും റിട്ടേൺ ടാക്സ് ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുക. കഴിഞ്ഞ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കണ്ടു, നമ്മുടെ ആനുവൽ പ്രീമിയം 2023 ഏപ്രിൽ 1 മുതൽ എടുക്കുന്ന ആനുവൽ പ്രീമിയം ഇയർലി 5 lakhന് താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാക്സ് എക്സെംഷൻ 80D വെച്ചിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പൊ ഈ 2 പ്ലാനുകൾ, ഇയർലി 1 lakh വെച്ച് അടയ്ക്കുകയാണെങ്കിലും ഇയർലി 5 lakh വെച്ച് അടയ്ക്കുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത് ടാക്സ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ 2 പ്ലാനുകളിൽ കിട്ടുന്ന റിട്ടേൺ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി മൂന്നാമത് നമ്മൾ കാണിച്ചിരിക്കുക ഇയർലി 10 lakh വെച്ച് അടയ്ക്കുന്നതാണ്. അതിന്റെ സം അഷ്വേർഡ് 1.43 കോടി രൂപയാണ് വരിക. ഇയർലി ആണ് നമ്മൾ 10 ലക്ഷം രൂപ വെച്ച് അടയ്ക്കേണ്ടത്. അങ്ങനെ 15 വർഷമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഓരോ വർഷവും 20 ലക്ഷം രൂപ വെച്ച് നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ടിന്റെ ഡബിൾ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ റിട്ടേൺസ് ആയിട്ട് കിട്ടുക. ഇതിന്റെ ഇൻഷുറൻസ് കവറേജ് ഫസ്റ്റ് ഇയർ വരെ നമുക്ക് 1.47 കോടി രൂപ വെച്ചാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുക. ഇൻഷുറൻസ് കവറേജ് നമുക്ക് എന്തെങ്കിലും ഡെത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് 2.2 കോടി വരെ 15ാമത്തെ വർഷം ആകുമ്പോൾ അത് 2.2 കോടി വരെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ 15 ഇയേഴ്സിൽ മാത്രമാണ് ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ കിട്ടുന്ന എമൗണ്ട് നമുക്ക് ടാക്സ് ഫ്രീ ആയിരിക്കില്ല. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഇവിടെ TDS ആയിട്ട് പിടിക്കും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇയർലി 10 lakh വെച്ച് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ടത് 5 lakh ആയിട്ട് 2 പോളിസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഒരു 5 lakhന്റെ റിട്ടേൺ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും, ബാക്കിയുള്ളതിന്റെയാണ് ടാക്സബിൾ ആയിട്ട് മാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക. അല്ലെങ്കിൽ 10 lakh എന്നുള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ടാക്സ് എക്സെംഷൻ നേടിയെടുക്കാനായിട്ട് പറ്റും. നാലാമത്തെ ഒരു ലൈനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇയർലി 15 lakh വെച്ച് അടയ്ക്കുന്ന ഒരു കാൽക്കുലേഷനാണ് അവിടെ കാണിച്ചിരിക്കുക. ഇതിന്റെ സം അഷ്വേർഡ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 2.13 കോടി രൂപയാണ്. നമുക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നത് 16ാമത്തെ വർഷം മുതൽ 30ാമത്തെ വർഷം വരെ നമുക്ക് കിട്ടുന്നത് 30 ലക്ഷം. അതായത് നിക്ഷേപിക്കുന്ന 15 ലക്ഷത്തിന്റെ നേരെ ഇരട്ടിയാണ് ഇവിടെ റിട്ടേൺ കിട്ടുക. നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് കവറേജ് റേഞ്ച് എന്നുള്ളത് ഫസ്റ്റ് ഇയർ 2.2 കോടി മുതൽ 3.3 കോടി വരെ നമുക്ക് ഇൻഷുറൻസ് കവറേജും ഈ ഒരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടാക്സ് എക്സെംഷൻ കിട്ടാനായിട്ട് 5 എന്നുള്ളത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അങ്ങനെ 3 പേരുടെ പേരിലേക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ടാക്സ് എക്സെംഷൻ നേടിയെടുക്കാം. അല്ലെങ്കിൽ 2 പേരുടെ പേരിലാണെങ്കിൽ ഒന്ന് 5 lakhും ബാക്കി 10 lakhുമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അവസാനം കാണിച്ചിരിക്കുന്നത് പ്രീമിയം 20 ലക്ഷമാണ്. 20 ലക്ഷം വെച്ച് ഇയർലി അടയ്ക്കുന്നതാണ്. അങ്ങനെ 15 years ആണ് അടയ്ക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് 15 years 40 lakh വെച്ച് നമുക്ക് ഇവിടെ റിട്ടേൺസ് കിട്ടും. നമുക്ക് അതിന് വരുന്ന സം അഷ്വേർഡ് 2.85 കോടി രൂപയാണ് നമ്മുടെ സം അഷ്വേർഡ് വരുന്നത്. നമ്മുടെ ഇൻഷുറൻസ് കവറേജിന്റെ റേഞ്ച് 2.9 കോടിക്ക് തുടങ്ങി 4.4 കോടി വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് 15 years മാത്രമാണ് ഇൻഷുറൻസ് കവറേജ് ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കിട്ടുന്ന റിട്ടേൺസ് എല്ലാം ഗ്യാരണ്ടീഡ് ആണ്. ടാക്സ് എക്സെംഷന്റെ കേസിൽ ഫസ്റ്റ് 2 നമുക്ക് ടാക്സ് എക്സെംപ്റ്റഡ് ആണ്. ഇയർലി 1 lakhും ഇയർലി 5 lakhും വരുന്നത് നമുക്ക് ടാക്സ് എക്സെംപ്റ്റഡ് ആയിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടും. ബാക്കി വരുന്ന പ്ലാനുകളുടെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ 5 lakh സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക, ബാക്കിയുള്ള എമൗണ്ട് വേറെ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ റിട്ടേൺസ് ടാക്സ് ഫ്രീ ആയിട്ട് ഒരു പ്ലാനിന്റെ ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും, ബാക്കിയുള്ളത് ടാക്സബിൾ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാക്സ് എക്സെംഷൻ കൂടെ ഡിവൈഡ് ചെയ്തെടുക്കാം. പിന്നെ 15 lakh പിന്നെ വേണമെങ്കിൽ 2 പേരുടെ പേരിൽ എടുക്കാം, അല്ലെങ്കിൽ 3 പേരുടെ 4 പേരിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്താലും നമുക്ക് ഈ ടാക്സ് എക്സെംഷൻ കിട്ടാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇതിന്റെ റിട്ടേൺസ് എല്ലാം ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് നിക്ഷേപിക്കാം. നമുക്ക് ഇത്രയും എമൗണ്ട് പെൻഷനായിട്ട് ഒരു 15 വർഷം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് 15 years നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഇങ്ങനെ ഒരു പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്തെടുക്കാം.
ഇതിനകത്ത് നിന്ന് മാറ്റങ്ങൾ വരുന്നില്ല. കാരണം ഗ്യാരണ്ടി ആയിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺസ് നമുക്ക് ഇതുപോലെ തന്നെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കിട്ടാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഞാൻ ഒരു 5 ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലോ കുറച്ചോ നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ആവശ്യം എത്രയാണ്, നമ്മുടെ പെൻഷൻ എത്രയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇയർലി മാത്രമല്ല, നമുക്ക് മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ നമുക്ക് ഇതിൻ്റെ പെൻഷൻസ് വാങ്ങാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഈ ഒരു പ്ലാനിനകത്ത് നമ്മളിത് മന്ത്ലി ആയിട്ട് വാങ്ങുകയാണെങ്കിൽ 1 ലക്ഷം എന്നുള്ളത് കുറച്ചും കൂടി എമൗണ്ട് കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം ഇതിനകത്ത് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് മന്ത്ലി വാങ്ങുന്നതാണ് ഇയർലി വാങ്ങുന്നതിനേക്കാൾ. നമുക്കിപ്പോൾ പെൻഷൻ പ്ലാനുകളുടെ അകത്ത് നമുക്ക് ഇയർലി വാങ്ങുന്നതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ. പക്ഷേ ഈ ഒരു പ്ലാനിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് മന്ത്ലി വാങ്ങുന്നതാണ് കൂടുതൽ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലൈഫ് ലോങ് പെൻഷൻ വേണ്ട, ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് നമുക്ക് പെൻഷൻ ആവശ്യമുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു 60 വയസ്സ് വരെ പെൻഷൻ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 45 വയസ്സ് മുതൽ ഒരു 60 വയസ്സ് വരെ നമുക്ക് ഇതിന്റെ റിട്ടേൺസ് കിട്ടും. പിന്നെ 60-ന് ശേഷം നമുക്ക് പെൻഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം ഈ പെൻഷൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അവർക്ക് ഒരു സെക്കൻഡറി ഇൻകം ആയിട്ട് ഇത് കിട്ടും. അത് ടാക്സബിൾ ആയിട്ട് അല്ലാതെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അത് ബെനിഫിറ്റ് ആണ്. അവരുടെ നോൺ ടാക്സബിൾ ഇൻകത്തിന്റെ കൂടെ അത് കാണിക്കുമ്പോൾ നമുക്കത് ടാക്സ് എക്സംഷൻ കിട്ടുന്ന പ്ലാനുകളായിട്ട് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് മാറും. അപ്പൊ ഇത് 25 വയസ്സുള്ള ഒരു വ്യക്തിയുടെ പ്രീമിയം ആണ്. ഏജ് ഡിഫറൻസ് വരുന്നതിനനുസരിച്ച് സ്ലൈറ്റ് ഡിഫറൻസ് പ്രീമിയത്തിലും വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ പ്ലാൻ കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതാണ്. ഇത് വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെ പ്ലാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്ക് തന്ന് എനിക്ക് തരാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ അതുപോലുള്ള നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.